MDMA കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം ഭാഗത്ത് MDMA വലിയ തോതിൽ മൊത്തക്കച്ചവടം നടത്തുന്ന തൃക്കാക്കര തുരുത്തുമേൽ സഫലിനെയാണ് കുര്യൻമലയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം ഭാഗത്ത് MDMA വലിയ തോതിൽ മൊത്തക്കച്ചവടം നടത്തുന്ന തൃക്കാക്കര തുരുത്തുമേൽ സഫലിനെയാണ് കുര്യൻമലയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. പുലർച്ചെ സമയങ്ങളിൽ എറണാകുളത്തു നിന്നും കാറിലെത്തി പെഴക്കേപ്പള്ളിയിലും മൂവാറ്റുപുഴയിലെ മറ്റു സ്ഥലങ്ങളിലും സ്ഥിരമായി MDMA വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരീക്ഷണത്തിലും പരിശോധനയിലുമാണ് സഫലിനെ പിടികൂടിയത്. സഫൽ വിൽപ്പന നടത്തി വന്നിരുന്ന കാടാതി കുര്യൻമല സ്വദേശി റെൽവിൻ രാജുവിന്റെ വീട്ടിൽ നിന്നുമാണ് സഫലിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 17.5 ഗ്രാം കഞ്ചാവും 9 ഗ്രാം MDMAയും MDMA ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ട്യൂബുകളും മൊബൈൽ ഫോണും രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി MDMA വിൽപ്പന നടത്തുന്നയാളും ഉപയോഗിക്കുന്ന ആളും ആണെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം എക്സൈസ് പാർട്ടി നടത്തിയിട്ടുള്ള റെയ്ഡിൽ വെള്ളൂർക്കുന്നം കുര്യൻമല ഭാഗത്ത് മൂത്തേടത്ത് വീട്ടിൽ റെൽവിൻ രാജു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് MDMA വിതരണം ചെയ്യുന്ന സഫൽ എന്ന് പറയുന്ന ആൾ, അയാളുടെ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ മുട്ടാർക്കരയിൽ തുരുത്തുമ്മൽ വീട്ടിൽ സലിം മകൻ സഫൽ എന്നാണ് അയാളുടെ പൂർണ്ണമായിട്ടുള്ള പേര്. അയാളെ ഇന്നലെ വൈകുന്നേരത്ത് ഈ കുര്യമല വീട്ടിൽ നിന്നും അയാളുടെ സുഹൃത്തായിട്ടുള്ള റെൽവിൻ രാജുവിൻ്റെ വീട്ടിൽ നിന്നും ഒരു 17.5 ഗ്രാം കഞ്ചാവും ഒരു 9.9 ഗ്രാമോളം MDMA ആയിട്ട് ഇന്നലെ വൈകുന്നേരത്ത് പിടിച്ചു കേസെടുത്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് MDMA ഉപയോഗിക്കുന്ന പൈപ്പും മറ്റു വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തിട്ടുണ്ട്. കേസിലെ ഈ റെൽവിൻ രാജുവിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. നിലവിൽ ഈ സഫലിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയും തുടരന്വേഷണം നടന്നു വരുന്നതുമാണ്. സഫലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഫേസ് 2 അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് മൂവാറ്റുപുഴ എക്സൈസ് നേതൃത്വത്തിൽ നടത്തിവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് റെൽവിൻ രാജുവിന്റെ പങ്കും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.